നിന്നെ വിശ്വസിച്ചടാ വന്നേക്കുന്ന കയ്യിലാകെ 300 രൂപയുള്ളൂ. എല്ലാം നല്ല ഫോൺ കിട്ടുവോടാ മച്ചാ? ഇവിടെ 30 രൂപയ്ക്ക് ഫോൺ കിട്ടുന്ന സ്ഥലമാ. 4000, 4500, 5000. 4000, 4500, 5000. ചേട്ടാ ഇതില് കുറച്ച് റേറ്റ് കമ്മിയില്ലേ? 1500 കാണിക്കട്ടെ ചേട്ടാ. അതിലും വില കുറച്ചോ? അതിലും കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 100-150 നോക്കാലോ അല്ലേ? അത്രയ്ക്ക് ചീപ്പൊന്നും വേണ്ട. ഹൈ റേഞ്ച് ആയിട്ടെ ഒരു 300 രൂപയ്ക്ക്. നേരം വെളുത്തപ്പോ തന്നെ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. 1300 രൂപ ഫിക്സഡ് റേറ്റ്. എന്താ എടുക്കാല്ലേ? അണ്ണാ സത്യമായിട്ട് ഞങ്ങളുടെ 300 രൂപയുള്ളൂ. അതിനെ പറ്റിയൊരു മൊബൈൽ ഇതാ. പോവാൻ നോക്കി. രാവിലെ വന്ന് പ്രാന്ത് പിടിപ്പിക്കാനായിട്ട്. ഞങ്ങളാണോ കയറി വന്ന്? നിങ്ങളല്ലേ പോയവരോ? വാന്ന് വിളിച്ചു. മച്ചാ ഇവന്റെ തല കണ്ടിട്ട് ആമത്തോട് പോലെയല്ലേ? ഇങ്ങോട്ട് വാടാ. പോവാൻ നോക്കടാ. മൊബൈൽ ഇട്ടില്ലടാ. നിങ്ങൾ ചോദിച്ച ഫോണാ. ഇതാണോ ഫോണ്? കണ്ടിട്ട് ഫോൺ എന്തോന്ന് ഇത്? ഫോൺ ചോദിച്ചപ്പോ ഫോണിനകത്തിരിക്കുന്ന ബാറ്ററി എടുത്ത് കാണിക്കുകയാണോ? അണ്ണൻ ചോദിച്ചില്ലേ ടച്ച് വിത്ത് 4G? അതാ ഇത്. കോപ്പ് ഏലിക്കുഞ്ഞു പോലെ ഉണ്ട്. ഇതാണോ 4G? നീ എന്തിനാണ് വെറുതെ ആ കടക്കാരോട് ചൂടാൻ പോകുന്നേ? അവന്മാരിൽ ഒന്നിച്ച് വന്നാണല്ലോ നമ്മളെ വെട്ടി നുറുക്കും. നോക്ക്, ഞാൻ പറയുന്നത് കേക്ക്. ഒരു 6 മാസം വെയിറ്റ് ചെയ്തേ കുറച്ച് കാശ് ഉണ്ടാക്കിയിട്ട് അവളെക്കാളും വലിയ ഫോൺ മേടിച്ചു കൊടുക്കാം. പറയളിയാ, ഇവന് എന്തൊരു ടെൻഷൻ. നല്ല കാര്യം പറഞ്ഞു കൊടുക്കുമ്പോ അവൻ എങ്ങോട്ടേ പോകുന്നേ? വിട്ടേക്കടാ, എങ്ങോട്ട് പോവാനാ? അവനും ഞാനും തമ്മിൽ യാതൊരു ബന്ധമില്ല ഏട്ടാ. ബാങ്ക് ജോലി ആൾക്കാരെന്ന് പറയണേ. കിട്ടിക്കഴിഞ്ഞാണല്ലോ ഓടിക്കോ. എടാ എന്റെ കൂടെ വാടാ, എന്റെ കൂടെ വാടാ. അയക്കോ നിക്കാനാ പറഞ്ഞടാ. എടാ എന്റെ മൊബൈൽ കളിച്ചൂടെ ഒന്ന് ചെയ്യടാ. ഇവിടെ ആരാടാ വീഡിയോ ഇട്ടൊക്കെ വെച്ചത്? വീട് രാക്ഷസന്റെ സ്വന്തക്കാരനാണോടാ ഇവൻ? എന്താടാ നോക്കണത്? അണ്ണാ ഒരു മിനിറ്റ്. ഫോൺ എന്തിയടാ ഇതിനകത്ത്? ഇതിനാണോടാ 50 കിലോമീറ്റർ എന്നെ ഓടിച്ചത്? ഇത് കാമുകിയെന്ന ഗിഫ്റ്റ് അല്ലേ, അതുകൊണ്ടല്ലേ പുറകെ ഓടി വന്നത്. കാമുകിയോ? ഒരു കാര്യം ചെയ്യട്ടെ. ഇനി നീ അവനെ എന്ത് ചെയ്യാനാ? ഇല്ല, ഒന്നുകൂടെ ബാക്കിയുണ്ട്. എന്തടാ? ഞാനും നിങ്ങളെ പോലൊരു കള്ളനാ. നിങ്ങൾക്ക് പ്രേമിക്കാൻ വേണ്ടി ഒരു മൊബൈൽ വേണം, അത്രേ ഉള്ളൂ. കറക്റ്റായിട്ട് കണ്ടുപിടിച്ചത് കണ്ട. ഞാനിപ്പോൾ പറയാൻ പോണത് ശ്രദ്ധിച്ച് കേട്ടോ. ഞാൻ ഒരാളെ കാണിച്ചു തരാം. ഇപ്പൊ എൻ്റെ അടുത്ത് ചെയ്തില്ലേ, അതുപോലെ മര്യാദയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഫോണും കിട്ടും കാശും കിട്ടും. എന്താ പറയുന്നേ? ചേട്ടാ 3 പിള്ളേരെ കിട്ടിയിട്ടുണ്ട്. എവിടേക്കാ പറഞ്ഞേക്കണ്ടേ? റിച്ചിലേക്ക് വേണ്ട, ഗുഡൗണിലേക്ക് അയച്ചേക്കേ. ഇതുവരെ വലുതായിട്ട് എന്താ അടിച്ചു മാറ്റിയിട്ടില്ലേ? അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ചെലവ് കാശിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ മൊബൈൽ അടിച്ച് മാറ്റിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വിചാരിച്ച് നിങ്ങളുടെ മോന്ത കട്ടപ്പഴേ മനസ്സിലായി ഒരു കാര്യത്തിനും കൊള്ളില്ല എന്ന്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഫോൺ അടിച്ചു മാറ്റണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലേ ഈ സാധാരണ ഫോണൊന്നും അടിച്ചു മാറ്റാൻ പാടില്ല. ഒന്നും അറിയാതെ കൈവച്ചാലേ പെട്ടുപോയേക്കും. ഫോൺ എവിടേക്കാണെന്ന് ആദ്യം ഇറങ്ങി തപ്പണം, എന്നിട്ട് വേണം ഇറങ്ങാൻ. അടിക്കുകയാണെങ്കിലേ കമ്പനി ഫോൺ വേണം അടിച്ചു മാറ്റാൻ. അപ്പോഴേ നിങ്ങൾക്കും വലുതായി കിട്ടൂ. ചേട്ടാ ഉള്ളത് 2-3 കമ്പനിയല്ലേ, അതിലെങ്ങനെ നല്ല മോഡൽ നോക്കി എടുക്കുന്നത്? നിങ്ങൾക്കറിഞ്ഞതേ സാംസങ്ങും നോക്കിയും മാത്രമാണ്. ഇതല്ലാതെ വേറെ എന്തൊക്കെയുണ്ടെന്നറിയോ? മൈക്രോമാക്സ്, HTL, HTC, ഇൻഡെക്സ്, കാർബൺ, ലാവ, ലിനോവ, വീഡിയോകോൺ, ആക്സസ്, ഹുവായ്, വിവോ, ഓപ്പോ, ഡെൽ, ഐക്കാൺ, മോട്ടോ, മൈക്രോസോഫ്റ്റ്, ബ്ലാക്ക്ബെറി, സോണി, തോഷിബ, പാനാസോണിക്, ഫിലിപ്സ്, LG, റിലയൻസ്. ഇപ്പോ കയ്യിൽ കിട്ടിയത് വായിലെത്താതെ പോയാളിയാ.
മച്ചാനെ ഫോൺ എടുക്കാനായിട്ടേ ബുദ്ധി മാത്രം ഉണ്ടെങ്കിൽ പറ്റത്തില്ല, പിന്നെ ബൈക്കും വേണം. പേടിക്കണ്ട. ഏത് ആംഗിൾ നോക്കിയിട്ടും ബൈക്ക് പോലെ തോന്നില്ല. പേരക്ക കഴിക്കാനായിട്ട് പഴയ ആക്രിയൊന്നല്ല ചോദിച്ചേ, ഞാൻ ചോദിച്ചത് ബൈക്ക്. അതെ. എടാ എന്താ കളിയാക്കുവാ? അങ്ങനെ എല്ലാം തോന്നിയാ? ഇതാണ് ബൈക്ക്. അതൊന്ന് എഴുതി വെക്ക്, എന്നാലും മനസ്സിലാവൂ. എടാ ആ വെള്ളപ്പൊക്കത്തിൽ വന്നപ്പോ നല്ല പളപളന്നായിരുന്നേ, ഇപ്പൊ എല്ലാം കുറച്ച് പഴയതായി. റെഡിയാക്കി എല്ലാം സൂപ്പർ ആയിരിക്കടാ. ഇതൊക്കെ ഒരു മാറ്ററാണോ? ആദ്യം സ്റ്റാർട്ട് ചെയ്യടാ. സ്റ്റാർട്ട് ആവുന്നുണ്ട്. കാണിക്കുന്നത് മച്ചാനെ, നമ്മുടെ അടുത്ത് നിന്ന് കഷ്ടപ്പെട്ട് കാശ് വാങ്ങിച്ചാൽ ഈ ബൈക്ക് റെഡിയാക്കിയിരിക്കുന്നേ. ഈ സ്പീഡൊക്കെ മതി. എടാ നിർത്ത് നിർത്ത് യന്ത്രം. മച്ചാനെ നിർത്താനല്ലേ പറഞ്ഞു, നിർത്ത്. വണ്ടി സ്പീഡിലല്ലേ പോകുന്നേ? എന്താ എടാ അവിടെ ഒരുത്തം പെട്രോൾ ടാങ്കിന്റെ മേത്ത് ഫോൺ വെച്ച് സംസാരിച്ചോണ്ടിരിക്കുക. അവനെ കണ്ടാൽ തന്നെ അറിയാം ഒരു എച്ചിയാന്ന്. അവനിലേക്ക് കോസ്റ്റ്ലി ഫോൺ ഉണ്ടാകാൻ പോകുന്നു. എടാ എടുക്കണോ വേണ്ടെന്ന് പറ, അത് മാത്രം പറഞ്ഞാൽ മതി. വണ്ടി തിരിക്കും. ആ ശരി ഞാൻ നോക്കണം. ഇതായിരിക്കും നോക്കിയേ. പോ, 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 പോ. എടാ പോ, 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 പെട്ടെന്ന്, പെട്ടെന്ന്, പെട്ടെന്ന് പോ. ഈ അഡ്രസ് എവിടെയാണെന്ന് പറയാൻ പറ്റുമോ? സർ, ഈ അഡ്രസ് എവിടെയാണെന്നൊന്ന്. നേരെ പോട്ടി ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാലേ ആ, ഓ, പറ്റോ? എടാ എന്റെ ഫോൺ തരാൻ. ഓ ഷിറ്റ്. മച്ചാ, അടിച്ചു മാറ്റി മൊബൈൽ ഒത്തിരി നേരം കൈ വെക്കണ്ട. അതിനകത്ത് സിം എടുത്ത് ദൂരക്കളാ. അതിന് മുമ്പായിട്ട് മേരിയുടെ അടുത്ത് കുറച്ച് ബാക്കിയുണ്ട്. കറക്റ്റ് അടിയില്ലല്ലേ? കൺഫേം ആണോ? കൺഫേം. ഓക്കെ. നിന്റെ അടുത്ത് കുറച്ച് സംസാരിക്കണം. നിന്നോട് മിണ്ടാൻ എനിക്ക് ഇഷ്ടമില്ല. വഴിവിട്. അന്ന് നീ സംസാരിക്കുമ്പോ ഞാൻ മിണ്ടാണ്ട് കേട്ടതല്ലേ. മര്യാദയ്ക്ക് ഇങ്ങോട്ട് വാ. അന്ന് നീ ചെയ്ത പ്രവൃത്തിക്കുള്ള മറുപടിയാണ് ഞാൻ നൽകിയത്, അത്രേ ഉള്ളൂ. ഓ, ഇപ്പോഴും നീ അതേപോലെ ആയിട്ടായിരിക്കുന്ന, ഒരു മാറ്റവും ഇല്ലല്ലേ. നിന്റെ അടുത്തൊക്കെ സംസാരിക്കാൻ പാടില്ലെന്നാ വിചാരിച്ച, പക്ഷെ ഇങ്ങനെ വിട്ട നിന്നെ ആരാ തിരുത്തുന്ന? പണം ഉണ്ടെങ്കിലേ എന്നെ പോലത്തെ പിള്ളേരൊക്കെ നോക്കുള്ളൂ, ഇല്ലെങ്കിൽ അങ്ങനെ. എടി നിന്നൊക്കെ എന്ത് പറഞ്ഞാ വഴക്ക് പറയണമെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. എടി നിന്നെ പ്രേമിച്ചതിനെ ഞാൻ എന്തൊക്കെ കോമാളിത്തരവാ കാണിച്ചു കൂട്ടിയെന്ന് ആലോചിച്ചാൽ തന്നെ എനിക്ക് തലവേദനയായിട്ടുണ്ട്. എടി ഫോണിന്റെ ഒപ്പം കമ്പയർ ചെയ്യുന്ന ഞാനും ഫോണും ഒന്നാണോ ഡി? അതോ നീ ഫോണിനെ കല്യാണം കഴിച്ച് അതിന് കൂടെയാണോ കുടുംബം നടത്തുന്നത്? ഫോണെന്ന് പറഞ്ഞപ്പോഴാ ഓർമ്മ വന്ന, നിന്റെ ഫോണൊന്ന് കാണിച്ച മോളെ. ചേ ഒന്ന് കാണിക്കടി. ഓവറായിട്ടുള്ള ബിൽഡപ്പ്. എന്ത് ഫോണാ ഇത്? കമ്പനിക്കാരൻ തന്നെ മറന്നുപോയി കാണുമല്ലോ ഇതൊക്കെ. എങ്ങനെ നല്ല ഫ്രഷ് ആയിട്ടുണ്ടല്ലേ ഇത്? അന്ന് നീ എന്റെ ഫോണ് പൊക്കിയിട്ട് പൊട്ടിച്ച പോലെ ഇന്ന് ഞാൻ നിന്റെ ഫോണ് പൊട്ടിച്ച് കളഞ്ഞെന്ന് വെച്ചോ, നിനക്കും എനിക്കും ഒരു വ്യത്യാസവും ഇല്ലണ്ടായേക്കും. എന്നാ പിടിച്ചോ. അന്ന് നീ എന്താ പറഞ്ഞ? 4 വാക്ക് നല്ലപോലെ ചോദിക്കട്ടെന്നല്ലേ? ഇപ്പോ ഞാൻ ഒരു വാക്ക്, ഒരേ ഒരൊറ്റ വാക്ക് പറയട്ടെ. വരട്ടെ. പറയടി. പറയടി. ഹലോ, കേക്കുന്നില്ലേ? എന്താടി, ലവ് എന്നോ? ഞാൻ നിന്നോട് ഇപ്പൊ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ പറഞ്ഞു തൊലക്ക്. ഫോൺ വിളിച്ചിട്ടൊന്നും പറയാതെ മിണ്ടാതിരുന്ന എനിക്കെങ്ങനെ അറിയാനാ? അത് പിന്നെ ഇന്നവ എന്നെ നാണം കെടുത്തിയില്ലേ. നാളെ മുതൽ ഞാൻ എങ്ങനെയാടി അതുവഴി നടന്നു പോകുന്നത്? എല്ലാരും നോക്കില്ലേ? എനിക്ക് നാണക്കേടാകുന്നു. ഓ, ഇപ്പോഴാണോ നിനക്കത് മനസ്സിലായേ?
അപ്പോ നീ അവനെ അപമാനപ്പെടുത്തിയതോ? നിനക്ക് ആ സിറ്റുവേഷൻ വന്നപ്പോഴാ മനസ്സിലായതില്ലയോ? ഏയ് അങ്ങനെയൊന്നും ഇല്ലടി. അങ്ങനെ തന്നെ. പാവല്ലോടി അവൻ. കൊച്ചിലെ തൊട്ട് നിന്റെ പുറകെ നടക്കൂല്ലേ അവൻ. നിനക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടുകൂടെ നിന്റെ പുറകെ ചുറ്റിക്കൊണ്ടിരിക്കുക. ഇപ്പം നിന്നെ വഴക്ക് പറഞ്ഞാന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? പക്ഷെ അവൻ നിന്നെ വഴക്ക് പറഞ്ഞല്ലടി. വഴക്ക് പറയുന്നത് പോലെ അവന്റെ സ്നേഹം നിന്നോട് പറഞ്ഞിട്ട് പോയതാ. നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഹലോ ഹലോ, എന്തുവാടി കേക്കുന്നില്ലയോ? പരനാറി, അഹങ്കാരി, ബുദ്ധിയില്ലാത്തവൻ, വൃത്തികെട്ടവൻ, നാണമില്ലാത്തവൻ, പെമ്പിളരുടെ പുറകെ ചുറ്റുന്നവൻ. ലവ് യു. വരട്ടെ. വെരി നൈസ്, ബ്യൂട്ടിഫുൾ. അലിയാ. വർത്താനം പറയടാ. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഹാപ്പി ആയിട്ട് കുടിക്കുകയാണ്. സമ്പാദിച്ച് കുടിക്കുകയാണ്. എന്തു പറ്റിയടാ? ഫീലിങ്സ് ആടാ. ഓഹോ, എന്റെ ഫീലിങ്സ്. എടാ നീ പറയടാ, എത്രയൊക്കെ വഴക്കുണ്ടാക്കിയാലും പപ്പി ലവ് എങ്ങനെയാടാ മറക്കുന്നത്? ഓക്കെ ബച്ചാ, അവൾ ഇപ്പോഴേ പപ്പിയല്ല ഡപ്പി. എടാ അവള് ഡപ്പിയായിട്ട് തന്നെ ഇരിക്കട്ടെ. എടാ അവളെന്നെ ഇഷ്ടമല്ലെന്ന് പറയുവാടാ. ഇഷ്ടപ്പെട്ടാ വാ, ഇഷ്ടപ്പെട്ടില്ലേ പോ. പിന്നെ ഞാൻ വഴക്ക് പറഞ്ഞത് അവളെ വല്ല സൂയിസൈഡൊക്കെ ചെയ്യുവോ? അവളെ പോലുള്ള പെണ്ണുങ്ങളൊക്കെ സൂയിസൈഡ് ചെയ്യാനോ? നിന്നോടൊക്കെ സംസാരിക്കുന്ന ഞങ്ങളാണ് സൂയിസൈഡ് ചെയ്യേണ്ടത്. ഒരു കാര്യം മനസ്സിലാക്കിയോ മച്ചാ, പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴാണ് അവരുടെ ഫീലിംഗ് സ്റ്റാർട്ട് ആകാൻ തുടങ്ങിയിരിക്കുന്നത്. അടിച്ച കള്ളാണ് സത്യം. പഴയ കണക്കെല്ലാം തീർന്നു. ഇനി ഫോൺ വന്നാലേ ഉള്ളൂ. മനസ്സിലായോ? വിട്ടോ. ആരടത്? ആ വാടാ, എന്താ കാര്യം? ചരക്ക് ബാബാ അകത്തേക്ക് വാ. എന്താ കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടെണ്ണ വാ. അവന് നമ്മളെ പോലെ ഇല്ലടാ. അവൻ മാത്രം എങ്ങനെയാ ഉള്ളി പോയത്? അവൻ അവിടെ എന്തെങ്കിലും കാര്യമായിട്ട് വെച്ചിട്ടുണ്ടോ? എന്ത്? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അവൻ എന്തെങ്കിലും കാര്യം കാണൂടാ. എന്ത് മാറ്ററായ എന്താ? എന്തായാലും പുറത്തു വരണല്ലോ. നമ്മള് കണ്ടിട്ടേ പോകത്തുള്ളൂ. നിക്ക്. ചുമ്മാ ലൂസ് പോലെ സംസാരിക്കാതെ നിക്കടാ. വെറുതെ പഞ്ചാരടിക്കല്ലേ. ജോലി നോക്ക്. ഭയ്യാ നോക്കി ബട്ടനെ വറുത്ത്. ഭയ്യാ ഉറങ്ങല്ലേ, ജോലി എടുക്ക്. ഇത് കണ്ടോ ലൈറ്റ് ഇട്ടോണ്ട് നിന്ന് ഉറങ്ങുന്നേ. എടാ ഇന്ന് ജോലി തീർക്കണം. എന്താ വലുതും കാണുന്നുണ്ടോ? എടാ ഇതാ ഇത് എന്താണെന്ന് നോക്കിയിട്ടേ റേറ്റ് പറയും. ശരി. എന്താ നിങ്ങൾ ഇനിയും പോയില്ലേ? അവനെ എന്തിനാ അങ്ങനെ നോക്കുന്നേ? ആരാ ചേട്ടവൻ? അവനെ മാത്രം എന്താണ് അകത്തേക്ക് കൊണ്ടുപോയി? അപ്പൊ കാണാൻ ഡീസന്റ് ആണെങ്കിൽ അകത്തേക്ക് വിടുമല്ലേ? അല്ലെങ്കിൽ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ എന്താ അകത്ത് പബ്ബ് നടത്താണോ നിങ്ങളെല്ലാം കൂട്ടിക്കൊണ്ടേ കാണിക്കാൻ? നിങ്ങളെന്താ വിചാരിക്കുന്നതെന്ന് എനിക്കറിയാം. അവനും ഫോൺ മോഷ്ടിക്കുന്നവനാ. സാധാ ഫോണല്ല, ഐഫോണാ. അതിലും 20,000 30,000 ഫോണൊന്നും അല്ല. ഓരോന്നും 1 ലക്ഷം 1.5 ലക്ഷം വരും. 1.5 ലക്ഷത്തിന്റെയൊക്കെ ഫോണുണ്ടോ? ഐഫോണിന്റെ മോഡലിനനുസരിച്ച് കാശ്. അവൻ എടുത്തിട്ട് വന്ന ഫോണിനനുസരിച്ച് അവൻ കാശ് വേണ്ടി പോകുന്നു. എത്ര കാശാ ചേട്ടാ അത്? ഇവിടെ സ്റ്റാർട്ടിംഗ് ഐഫോണിന്റെ റേറ്റ് 40,000. എല്ലാം ഐഫോണിന്റെ മോഡലിനനുസരിച്ചാ. ഇതിലും കൂടുതലായി കിട്ടും. അപ്പൊ എങ്ങനെയാണെന്ന് പറയും, ഞങ്ങളും ചെയ്യാന്നേ. ഈ മോന്ത കണ്ട അങ്ങനെയൊന്നും ചെയ്യുന്ന പോലെ തോന്നില്ലല്ലോ. നിന്നെ കണ്ട അപ്പ പിടിക്കും. ഇതിനൊരു കുറവുമില്ല. ഇത് ശരിയാവില്ല. നിക്കണം. പറയാം. സംസാരം, ഡ്രസ്സ്, ശൈലി ഇതെല്ലാം മാറിയാൽ മാത്രമേ നിങ്ങൾ ഐഫോണിൻ്റെ അടുത്തേക്ക് തന്നെ പോകാൻ പറ്റൂ. ക്യാമറ, സെക്യൂരിറ്റി ഇതെല്ലാം കടന്ന് ഐഫോൺ എടുക്കുന്നത് വളരെ കഷ്ടമാണ്. രാത്രി മാത്രം യാതൊരു കാരണം വെച്ചാലും ഫോൺ അടിച്ചു മാറ്റാൻ പാടേയില്ല. അങ്ങനെ എടുത്താലും എടുത്ത 20 മിനിറ്റിനുള്ളിൽ ഇവിടെ കൊണ്ടുവന്ന് ചേർത്താലേ അതിനനുസരിച്ച് കാശ് കിട്ടും. ഐഫോൺ അടിച്ചു മാറ്റിയതിന് ശേഷം നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്താലും അടുത്ത 15 മിനിറ്റിൽ നിങ്ങളുള്ള സ്ഥലം കണ്ടറിഞ്ഞ് പോലീസ് നിങ്ങളെ എന്തായാലും പിടിച്ചേക്കും. നന്നായി മച്ചാനെ, നീ ഞങ്ങളോടൊപ്പം മാളിൽ വന്നില്ലല്ലോ. എവിടെ നോക്കിയാലും ചുറ്റി ക്യാമറ. അത് മാത്രമല്ലാണ്ട് 10 അടിക്ക് ഒരാൾ സെക്യൂരിറ്റി ഉണ്ട്. ഈ പ്രശ്നത്തിലെങ്ങാനും പോയി കുടുങ്ങിയ മൊത്തത്തിൽ തീർന്നു. അയാൾ പറഞ്ഞതുപോലെ ആ ജോലിക്ക് 40,000 രൂപയുടെ വർത്തുണ്ടോ? ദേ നോക്ക്, നമ്മളിപ്പോ എന്ത് ജോലിയാണ് ചെയ്യുന്നത് അതങ്ങ് ഭംഗിയായിട്ട് ചെയ്താൽ മാത്രം മതി. മച്ചാനെ, നാളെ ഒരു ദിവസം കൂടി നമുക്ക് ശ്രമിച്ചു നോക്കാം. ശ്രമിച്ചാൽ കഴിയാത്തത് വല്ലതും ഉണ്ടോ മച്ചാനെ? എടാ നിന്നെ തലയ്ക്കെന്താ വെളിവില്ലേ? കുടുങ്ങിയ മൊത്തത്തിൽ തീരുമെന്ന് പറയാ, പിന്നെ ട്രൈ ചെയ്യാന്ന് പറയുന്ന റോഡ് മാള് ഒന്നാണോടാ? എടാ ഇങ്ങോട്ട് നോക്ക്,
ഐഫോൺ എന്ന് വെച്ചാൽ റിസ്ക് ആണ്. ഇപ്പോഴത്തേനെ നമ്മൾ എന്ത് ചെയ്തു അത് മാത്രം ചെയ്യാം, മനസ്സിലായോ? അത്ര ക്യാമറ സെക്യൂരിറ്റി കഴിഞ്ഞ് നമ്മളെ കൊണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ല. എന്താടാ മിണ്ടാണ്ടിരിക്കുന്നേ? എടാ ഞാൻ ഓക്കെയാണ്. ഏയ്, നീ ദേ ഇവരോട് ചോദിക്ക്. എന്താടാ? അടിച്ചു മാറ്റാൻ വരുന്ന ഐഡിയ ഉണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏയ്, നിനക്കെന്താ ഐഫോണിന്റെ മേത്ത് പ്രാന്തായോടാ? വട്ട് പിടിച്ചു പോലെ സംസാരിച്ചോണ്ടിരിക്കാം, മിണ്ടാണ്ടിരിയടാ. ഛേ, ഫോൺ ഫോൺ ഫോൺ. ഇവൻ എന്ത് പറഞ്ഞാൽ മനസ്സിലാക്കുമെന്ന് അറിയാമല്ലോ. ടെൻഷൻ ആവാതെ മച്ച. മച്ചാനെ, നീ വീട്ടിലോട്ട് പോ, നമുക്ക് പിന്നെ സംസാരിക്കാം. പോടാ, അവൻ പറഞ്ഞല്ലേ. മച്ച, ഇവൻ എന്ത് പറ്റിയടാ? ഐഫോണിന്റെ ഓർഡർ പോലും ഐഫോണിന് മേലെ ഇത്ര ഭ്രാന്തുണ്ടാവില്ല. ഇവൻ ആരുടെ ഐഫോണിനകത്ത് കൂടുതലും കൊടുത്തെന്ന് മനസ്സിലാവുന്നില്ല. പൈസ കൂടുതൽ കിട്ടുവാണല്ലോ, അതുകൊണ്ടാ. നീ പോടാ, നമുക്ക് രാവിലെ കാണാം. ഇവൻ എന്തിനാ വിളിക്കുന്നേ? എന്താടാ മച്ചാനെ, ഒരു ഐഫോൺ കിട്ടിയിട്ടുണ്ടാ. എന്താടാ നീ പറയുന്നേ? ഞാൻ പറഞ്ഞ കേക്ക്. ജോണിയും വിളിച്ചോണ്ട് 5 മിനിറ്റ് എന്റെ വീട്ടിലേക്ക് വാ.